സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ കഴിഞ്ഞ 2 മാസം പുറത്തുനിന്ന് ഉയർന്ന വിലയ്ക്ക് വൈദ്യുതി വാങ്ങിയതിന് കാരണമായി അധിക ചിലവ് ജനങ്ങളിൽ നിന്ന് ഈടാക്കാനാണ് KECBയുടെ നീക്കം. ഈ ബാധ്യത മറികടക്കണമെങ്കിൽ യൂണിറ്റിന് 22 പൈസ നിരക്കിൽ വർദ്ധിപ്പിക്കേണ്ടി വരുമെന്ന് ബോർഡ് സർക്കാരിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇതിന് അനുമതി തേടി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനെ സമീപിച്ചേക്കും. നിലവിൽ ബോർഡ് തീരുമാനിച്ച 10 പൈസയും വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുവദിച്ച 9 പൈസയും സെസ്സായി ഈടാക്കിയിരുന്നു. ഇതിനു പുറമെയാണ് പുതിയ സെസ്സിന് നീക്കം. സാധാരണക്കാരുടെ വീടുകളിൽ ഒരു മാസം ശരാശരി 150 മുതൽ 200 യൂണിറ്റ് വരെയാണ് ഉപയോഗിക്കുന്നത്. വൈദ്യുതി വാങ്ങാൻ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ 341.31 കോടി രൂപയാണ് അധികമായി ചിലവഴിച്ചിരിക്കുന്നത്. വൈദ്യുതി നിയമത്തിലെ പുതിയ ചട്ടപ്രകാരം അധിക ചിലവ് അതത് മാസം തന്നെ നികത്തണം. KECBക്ക് സ്വയം ചുമത്താനാവുന്ന സെസ് യൂണിറ്റിന് 10 പൈസ വരെയാണ്. അതിൽ കൂടിയ റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി വേണം. പുതിയ സെസ് മാസങ്ങളോളം നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. താരിഫ് വർധനയും വരാനിടയുണ്ട്. ഈ വർഷം ജൂലൈയിൽ നടപ്പാക്കേണ്ട താരിഫ് വർധന സെപ്റ്റംബർ 11 വരെ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരുന്നു. വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങാൻ KECB വിളിച്ച ദീർഘകാല കരാർ ടെൻഡറുകളിൽ 6.88 രൂപ മുതൽ 10.20 രൂപ വരെയാണ് കമ്പനികൾ ആവശ്യപ്പെടുന്നത്. ഇത് അംഗീകരിച്ചാൽ അടുത്ത മെയ് വരെ ചുരുങ്ങിയത് 3240 കോടി രൂപ അധിക ബാധ്യത ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതിയോടെയാണ് കരാർ ഉറപ്പിക്കുക. ഇതിന്റെ പേരിൽ അടുത്ത വർഷം വൻ നിരക്ക് വർധന വന്നേക്കും. വൈദ്യുതി ക്ഷാമം ഒഴിവാക്കാൻ KECB ഇപ്പോൾ ദിവസേന 20 കോടി രൂപ അധികമായി ചിലവാക്കുന്നുണ്ട്. 20 ദശലക്ഷം യൂണിറ്റ് വരെയാണ് ദിവസം വാങ്ങുന്നത്. പവർ എക്സ്ചേഞ്ചിൽ നിന്ന് വാങ്ങുന്ന വൈദ്യുതിക്ക് പലപ്പോഴും യൂണിറ്റിന് പരമാവധി വിലയായ 10 രൂപ നൽകേണ്ടി വരുന്നു. മഴക്കുറവും കുറഞ്ഞ വിലയ്ക്ക് വൈദ്യുതി ലഭിച്ചിരിക്കുന്ന ദീർഘകാല കരാർ റദ്ദാക്കിയതുമാണ് പ്രതിസന്ധി സൃഷ്ടിച്ചത്.